വിവാഹമോചനം നേടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നുള്ളതാണ് ഹിന്ദു വിവാഹ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ കോടതി മുമ്പാകെ വിവാഹമോചനം ആവശ്യപ്പെടാവുന്നതാണ്. വിവാഹ പങ്കാളിയല്ലാത്ത മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് വ്യഭിചാരം എന്ന വൈവാഹിക കുറ്റകൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഭാര്യയോ ഭർത്താവോ സ്വമനസാലെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ മറ്റേയാൾക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. വിവാഹ പങ്കാളിയുടെ ക്രൂരമായ പെരുമാറ്റം ഒരാളുടെ ജീവന് അപകടകരമായിട്ടുള്ളതോ മനസ്സിനോ ശരീരത്തിനോ ഹാനികരമായിട്ടുള്ളതോ ആയ എല്ലാത്തരം പെരുമാറ്റങ്ങളും ക്രൂരതയായി കണക്കാക്കുന്നു. തുടർച്ചയായി 2 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് പങ്കാളിയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക, ഭാര്യയോ ഭർത്താവോ ഹിന്ദുമതവിശ്വാസം ഉപേക്ഷിക്കുക, ചികിത്സിച്ചു ഭേദമാക്കാനാവാത്ത തരത്തിലുള്ള ചിത്തഭ്രമവും തുടർച്ചയായി വരുന്നതോ ഇടയ്ക്കിടെ വരുന്നതോ ആയ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുക, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതും എന്നാൽ സ്പർശിച്ചാൽ പകരുന്നതുമായ കുഷ്ഠരോഗം, പകരുന്ന തരത്തിലുള്ള ലൈംഗിക രോഗബാധ തുടങ്ങിയവ ഉണ്ടായിരിക്കുക, ലൗകിക ജീവിതം ഉപേക്ഷിച്ച് വിധിപ്രകാരം സന്യാസം സ്വീകരിക്കുക, 7 വർഷക്കാലം തുടർച്ചയായി ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ സാധാരണഗതിയിൽ അറിയുമായിരുന്ന ആളുകൾക്ക് യാതൊരു വിവരം ഇല്ലാതെ ഇരിക്കുക, തുടർച്ചയായി 1 കൊല്ലക്കാലം വേർപിരിഞ്ഞ് താമസിച്ച ശേഷം തുടർന്നും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ലെന്ന് 2 പേരും തീരുമാനിച്ചാൽ ഉഭയസമ്മതപ്രകാരം കോടതി മുമ്പാകെ വിവാഹമോചനം തേടാവുന്നതാണ്. ഹർജി സമർപ്പിച്ച് 6 മാസത്തിന് ശേഷം മാത്രമേ വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് കോടതി തീർപ്പ് കൽപ്പിക്കുകയുള്ളൂ. വേർപെട്ട് താമസിക്കൽ കോടതി വേർപെട്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നവരെ പങ്കാളികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയാതെ വന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിയുടെ അനുവാദത്തോടെ വേർപെട്ട് താമസിക്കാവുന്നതാണ്. വിവാഹമോചനത്തിനായി നിർദ്ദേശിക്കപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് വേർപാടിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നു. വിവാഹ പങ്കാളികളുടെ വൈവാഹിക കടമകളും അവകാശങ്ങളും നിശ്ചിത കാലത്തേക്ക് താൽക്കാലികമായി ഇവിടെ റദ്ദാക്കപ്പെടുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും പരിഹരിച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അതിനായി 1 വർഷത്തെ സമയം കക്ഷികൾക്ക് കോടതി ഉത്തരവിലൂടെ ഇവിടെ ലഭ്യമാകുന്നു. ഈ കാലയളവിൽ മാനസാന്തരം ഉണ്ടായാൽ പരസ്പരം യോജിക്കുന്നില്ലെങ്കിൽ കക്ഷികൾക്ക് വിവാഹമോചനത്തിനായി വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതാണ്. ഹിന്ദു വിവാഹം സംബന്ധിച്ച കേസുകൾ കേൾക്കാനും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ അവസാനമായി ഒന്നിച്ച് താമസിച്ച സ്ഥലത്തെ ജില്ലാ കോടതികൾക്കാണ്. കുടുംബ കോടതികൾ നിലവിലുള്ള ജില്ലകളാണെങ്കിൽ കുടുംബ കോടതികൾക്കാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം. വിവാഹം നടത്തിയ സ്ഥലം ഉൾപ്പെട്ട അധികാര പരിധിയിലുള്ള ജില്ലാ കോടതിയിലും എതിർകക്ഷി ഏത് കോടതിയുടെ പരിധിയിലാണോ താമസം ആ കോടതിയിലും ഹർജി സമർപ്പിക്കാവുന്നതാണ്. ഇത്രയും നമ്മൾ ഹിന്ദു വിവാഹ നിയമത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ മുസ്ലിം വിവാഹത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വിവാഹമോചനം നേടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നുള്ളതാണ് ഹിന്ദു വിവാഹ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ കോടതി മുമ്പാകെ വിവാഹമോചനം ആവശ്യപ്പെടാവുന്നതാണ്. വിവാഹ പങ്കാളിയല്ലാത്ത മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് വ്യഭിചാരം എന്ന വൈവാഹിക കുറ്റകൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഭാര്യയോ ഭർത്താവോ സ്വമനസാലെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ മറ്റേയാൾക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. വിവാഹ പങ്കാളിയുടെ ക്രൂരമായ പെരുമാറ്റം ഒരാളുടെ ജീവന് അപകടകരമായിട്ടുള്ളതോ മനസ്സിനോ ശരീരത്തിനോ ഹാനികരമായിട്ടുള്ളതോ ആയ എല്ലാത്തരം പെരുമാറ്റങ്ങളും ക്രൂരതയായി കണക്കാക്കുന്നു. തുടർച്ചയായി 2 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് പങ്കാളിയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക, ഭാര്യയോ ഭർത്താവോ ഹിന്ദുമതവിശ്വാസം ഉപേക്ഷിക്കുക, ചികിത്സിച്ചു ഭേദമാക്കാനാവാത്ത തരത്തിലുള്ള ചിത്തഭ്രമവും തുടർച്ചയായി വരുന്നതോ ഇടയ്ക്കിടെ വരുന്നതോ ആയ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുക, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതും എന്നാൽ സ്പർശിച്ചാൽ പകരുന്നതുമായ കുഷ്ഠരോഗം, പകരുന്ന തരത്തിലുള്ള ലൈംഗിക രോഗബാധ തുടങ്ങിയവ ഉണ്ടായിരിക്കുക, ലൗകിക ജീവിതം ഉപേക്ഷിച്ച് വിധിപ്രകാരം സന്യാസം സ്വീകരിക്കുക, 7 വർഷക്കാലം തുടർച്ചയായി ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ
സാധാരണഗതിയിൽ അറിയുമായിരുന്ന ആളുകൾക്ക് യാതൊരു വിവരം ഇല്ലാതെ ഇരിക്കുക, തുടർച്ചയായി ഒരു കൊല്ലക്കാലം വേർപിരിഞ്ഞ് താമസിച്ച ശേഷം തുടർന്നും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ലെന്ന് രണ്ടുപേരും തീരുമാനിച്ചാൽ ഉഭയസമ്മതപ്രകാരം കോടതി മുമ്പാകെ വിവാഹമോചനം തേടാവുന്നതാണ്. ഹർജി സമർപ്പിച്ച് 6 മാസത്തിന് ശേഷം മാത്രമേ വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് കോടതി തീർപ്പ് കൽപ്പിക്കുകയുള്ളൂ. വേർപെട്ട് താമസിക്കൽ. കോടതി വേർപെട്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നവരെ പങ്കാളികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയാതെ വന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിയുടെ അനുവാദത്തോടെ വേർപെട്ട് താമസിക്കാവുന്നതാണ്. വിവാഹമോചനത്തിനായി നിർദ്ദേശിക്കപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് വേർപാടിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നു. വിവാഹ പങ്കാളികളുടെ വൈവാഹിക കടമകളും അവകാശങ്ങളും നിശ്ചിത കാലത്തേക്ക് താൽക്കാലികമായി ഇവിടെ റദ്ദാക്കപ്പെടുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും പരിഹരിച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അതിനായി 1 വർഷത്തെ സമയം കക്ഷികൾക്ക് കോടതി ഉത്തരവിലൂടെ ഇവിടെ ലഭ്യമാകുന്നു. ഈ കാലയളവിൽ മാനസാന്തരം ഉണ്ടായാൽ പരസ്പരം യോജിക്കുന്നില്ലെങ്കിൽ കക്ഷികൾക്ക് വിവാഹമോചനത്തിനായി വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതാണ്. ഹിന്ദു വിവാഹം സംബന്ധിച്ച കേസുകൾ കേൾക്കാനും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ അവസാനമായി ഒന്നിച്ച് താമസിച്ച സ്ഥലത്തെ ജില്ലാ കോടതികൾക്കാണ്. കുടുംബ കോടതികൾ നിലവിലുള്ള ജില്ലകളാണെങ്കിൽ കുടുംബ കോടതികൾക്കാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം. വിവാഹം നടത്തിയ സ്ഥലം ഉൾപ്പെട്ട അധികാര പരിധിയിലുള്ള ജില്ലാ കോടതിയിലും എതിർകക്ഷി ഏത് കോടതിയുടെ പരിധിയിലാണോ താമസം ആ കോടതിയിലും ഹർജി സമർപ്പിക്കാവുന്നതാണ്. ഇത്രയും നമ്മൾ ഹിന്ദു വിവാഹ നിയമത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ മുസ്ലിം വിവാഹത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വിവാഹമോചനം നേടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നുള്ളതാണ് ഹിന്ദു വിവാഹ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ കോടതി മുമ്പാകെ വിവാഹമോചനം ആവശ്യപ്പെടാവുന്നതാണ്. വിവാഹ പങ്കാളിയല്ലാത്ത മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് വ്യഭിചാരം എന്ന വൈവാഹിക കുറ്റകൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഭാര്യയോ ഭർത്താവോ സ്വമനസാലെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ മറ്റേയാൾക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. വിവാഹ പങ്കാളിയുടെ ക്രൂരമായ പെരുമാറ്റം ഒരാളുടെ ജീവന് അപകടകരമായിട്ടുള്ളതോ മനസ്സിനോ ശരീരത്തിനോ ഹാനികരമായിട്ടുള്ളതോ ആയ എല്ലാത്തരം പെരുമാറ്റങ്ങളും ക്രൂരതയായി കണക്കാക്കുന്നു. തുടർച്ചയായി 2 വർഷത്തിൽ കുറയാത്ത കാലത്തേക്ക് പങ്കാളിയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക, ഭാര്യയോ ഭർത്താവോ ഹിന്ദുമതവിശ്വാസം ഉപേക്ഷിക്കുക, ചികിത്സിച്ചു ഭേദമാക്കാനാവാത്ത തരത്തിലുള്ള ചിത്തഭ്രമവും തുടർച്ചയായി വരുന്നതോ ഇടയ്ക്കിടെ വരുന്നതോ ആയ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുക, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതും എന്നാൽ സ്പർശിച്ചാൽ പകരുന്നതുമായ കുഷ്ഠരോഗം, പകരുന്ന തരത്തിലുള്ള ലൈംഗിക രോഗബാധ തുടങ്ങിയവ ഉണ്ടായിരിക്കുക, ലൗകിക ജീവിതം ഉപേക്ഷിച്ച് വിധിപ്രകാരം സന്യാസം സ്വീകരിക്കുക, 7 വർഷക്കാലം തുടർച്ചയായി ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ ജീവിച്ചിരുന്നുവെങ്കിൽ സാധാരണഗതിയിൽ അറിയുമായിരുന്ന ആളുകൾക്ക് യാതൊരു വിവരം ഇല്ലാതെ ഇരിക്കുക, തുടർച്ചയായി ഒരു കൊല്ലക്കാലം വേർപിരിഞ്ഞ് താമസിച്ച ശേഷം തുടർന്നും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ലെന്ന് രണ്ടുപേരും തീരുമാനിച്ചാൽ ഉഭയസമ്മതപ്രകാരം കോടതി മുമ്പാകെ വിവാഹമോചനം തേടാവുന്നതാണ്. ഹർജി സമർപ്പിച്ച് 6 മാസത്തിന് ശേഷം മാത്രമേ വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് കോടതി തീർപ്പ് കൽപ്പിക്കുകയുള്ളൂ. വേർപെട്ട് താമസിക്കൽ. കോടതി വേർപെട്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നവരെ പങ്കാളികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയാതെ വന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിയുടെ അനുവാദത്തോടെ വേർപെട്ട് താമസിക്കാവുന്നതാണ്. വിവാഹമോചനത്തിനായി നിർദ്ദേശിക്കപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് വേർപാടിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നു. വിവാഹ പങ്കാളികളുടെ വൈവാഹിക കടമകളും അവകാശങ്ങളും നിശ്ചിത കാലത്തേക്ക് താൽക്കാലികമായി ഇവിടെ റദ്ദാക്കപ്പെടുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും പരിഹരിച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അതിനായി 1 വർഷത്തെ സമയം കക്ഷികൾക്ക് കോടതി ഉത്തരവിലൂടെ ഇവിടെ ലഭ്യമാകുന്നു. ഈ കാലയളവിൽ മാനസാന്തരം ഉണ്ടായാൽ പരസ്പരം യോജിക്കുന്നില്ലെങ്കിൽ കക്ഷികൾക്ക് വിവാഹമോചനത്തിനായി വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതാണ്. ഹിന്ദു വിവാഹം സംബന്ധിച്ച കേസുകൾ കേൾക്കാനും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ അവസാനമായി ഒന്നിച്ച് താമസിച്ച സ്ഥലത്തെ ജില്ലാ കോടതികൾക്കാണ്. കുടുംബ കോടതികൾ നിലവിലുള്ള ജില്ലകളാണെങ്കിൽ
കുടുംബ കോടതികൾക്കാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം. വിവാഹം നടത്തിയ സ്ഥലം ഉൾപ്പെട്ട അധികാര പരിധിയിലുള്ള ജില്ലാ കോടതിയിലും എതിർകക്ഷി ഏത് കോടതിയുടെ പരിധിയിലാണോ താമസം ആ കോടതിയിലും ഹർജി സമർപ്പിക്കാവുന്നതാണ്. ഇത്രയും നമ്മൾ ഹിന്ദു വിവാഹ നിയമത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ മുസ്ലിം വിവാഹത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.